ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED മാത്സ് മെയിൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൺ വേർഡ്സ് നോക്കാം. 15 വൺ വേർഡ്സ് ആണ് എടുത്തേക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്, അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു 15 വൺ വേർഡ്സ് എടുത്തിട്ടുണ്ട്. പ്രോബ്ലം സൈഡിൽ നിന്നും തിയറി സൈഡിൽ നിന്നുമാണ് വൺ വേർഡ്സ് ചോദിക്കുന്നത്. ഈ പ്രോബ്ലംസിൽ നിന്നാണെങ്കിൽ PSC ടൈപ്പ് വൺ വേർഡ്സ് ആണ് ചോദിക്കുന്നത്. ഈ തിയറി സൈഡിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ചോദിക്കുന്നതും ഓപ്ഷൻസും ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് ഒട്ടും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെയും എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഓർമ്മയെങ്കിലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൺ വേർഡ്സ് ഒക്കെ സെറ്റാക്കി വെക്കണം. എല്ലാവരും പേപ്പർ കിട്ടുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് വൺ വേർഡ്സ് മാത്രം ആദ്യം സെറ്റാക്കി വെക്കണം. അതിനുള്ള ടൈമൊക്കെ നമുക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല. കാരണം വരുന്ന ടീച്ചറിനെ അനുസരിച്ചിരിക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് 15 വൺ വേർഡ്സ് നോക്കാം. അതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ കണ്ണാടിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മുന്നത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ കണ്ണാടിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഹോഗ്ബൻ ആണ്. ഹോഗ്ബൻ. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ കണ്ണാടിയാണെന്ന് പറഞ്ഞത് ഹോഗ്ബൻ ആണ്. അതുപോലെ തന്നെ 1 മുതൽ തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയാണ് പൂർണ്ണവർഗങ്ങൾ. പൂർണ്ണവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. പൂർണ്ണവർഗങ്ങളാണ് എണ്ണൽ സംഖ്യകൾ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ. നെക്സ്റ്റ്, കാപ്രേക്കർ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ, കാപ്രേക്കർ സംഖ്യ 6174 ആണ്. ഇതേപോലെ തന്നെ രാമാനുജൻ സംഖ്യയുണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. രാമാനുജൻ നമ്പറും അതുപോലെ തന്നെ കാപ്രേക്കർ നമ്പറും രണ്ടും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 6174 എന്ന് പറയുന്നതാണ് കാപ്രേക്കർ സംഖ്യ എന്ന് പറയുന്നത്. പൈ എന്ന സ്ഥിരാങ്കം വൃത്തത്തിന്റെ ഏത് 2 അളവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൃത്തത്തിന്റെ ഏത് 2 അളവുകളുമായാണ് പൈ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചുറ്റളവ്, വ്യാസം. ഉത്തരം ചുറ്റളവ്, വ്യാസമാണ്. പൈ എന്നതിന്റെ മൂല്യം പ്രസ്താവിച്ചത് ആരാണ്? ആര്യഭടനാണ്. 6.1416 എന്ന മൂല്യമാണ്, ഏകദേശ മൂല്യമാണ് അദ്ദേഹം പ്രസ്താവിച്ചത്, ആര്യഭടൻ. ഓക്കെ. അപ്പൊ പൈ എന്ന സ്ഥിരാങ്കം വൃത്തത്തിന്റെ ഏത് 2 അളവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചുറ്റളവും വ്യാസവുമാണ് ഉത്തരമായി വരുന്നത്. നിർദ്ദേശാങ്ക ജാമിതിയുടെ പിതാവ്. ആധുനിക ജാമിതി അല്ലെങ്കിൽ ജാമിതിയുടെ പിതാവ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം യൂക്ലിഡ് ആണ് ഉത്തരമെന്ന്. പക്ഷെ നിർദ്ദേശാങ്ക ജാമിതിയുടെ പിതാവ് എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ റെനെ ഡെസ്കാർട്ടസ് ആണ്. റെനെ ഡെസ്കാർട്ടസ്. നിർദ്ദേശാങ്ക ജാമിതിയുടെ പിതാവ് റെനെ ഡെസ്കാർട്ടസ് ആണ്. ആധുനിക ജാമിതി അല്ലെങ്കിൽ ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂക്ലിഡ് ആണ്. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 246 എന്ന സംഖ്യ എഴുതുക. ഇപ്പൊ റോമൻ സംഖ്യ പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ റോമൻ സംഖ്യയായിട്ട് എഴുതാനായിരിക്കും. നമുക്കൊരു അക്കങ്ങൾ തന്നിട്ട്, ഏതെങ്കിലുമൊക്കെ അക്കങ്ങൾ തന്നിട്ട് അത് റോമൻ സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് റോമൻ സംഖ്യ പഠിച്ചു വെക്കണം. അപ്പൊ 246 ഇവിടെ എഴുതിയേക്കുന്നത് 200 + 40 + 6 എന്ന രീതിയിലാണ്. CC XL V1 എന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ റോമൻ സംഖ്യ പഠിക്കണം. കൂടുതൽ ഉദാഹരണങ്ങളിൽ നിന്നൊരു സാമാന്യ തത്വത്തിലേക്ക് എന്ന തത്വം പാലിക്കുന്ന പഠന രീതി, അല്ലെ? ഉദാഹരണങ്ങളിൽ നിന്ന് എന്ന് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു പൊതുവായതിലേക്ക് എത്തുന്നത് ആഗമന രീതിയാണ്. പല പല ഉദാഹരണങ്ങളിൽ നിന്ന് എവിടേക്ക് എത്തുന്നു? പൊതുവായ തത്വത്തിലേക്ക് എത്തുന്നു. ആഗമന രീതിയാണ് ഉത്തരമായി വരുന്നത്. ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന ജീവചരിത്ര ഗ്രന്ഥം ഏത് ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടുള്ളതാണ്? ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന ജീവചരിത്ര ഗ്രന്ഥം ശ്രീനിവാസ രാമാനുജനെ കുറിച്ചിട്ടുള്ളതാണ്. രചയിതാവ് റോബർട്ട് കാനിഗൽ ആണ്. റോബർട്ട് കാനിഗൽ ആണ് ഇത് എഴുതിയേക്കുന്നത്. ദ മാൻ ഹു ന്യൂ ഇൻഫിനിറ്റി എന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയേക്കുന്നത് റോബർട്ട് കാനിഗൽ. ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ചിട്ടാണ് ആ ഒരു ഗ്രന്ഥം എഴുതിയേക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥമാണത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടാൻ ഗ്രാമിലെ ത്രികോണങ്ങളുടെ എണ്ണം എത്ര? 5 എന്നതാണ് ഉത്തരം. ഒരു ടാൻ ഗ്രാമില് ഏകദേശം 7 ജാമിതീയ രൂപങ്ങളാണ് ഉള്ളത്. എത്ര ജാമിതീയ രൂപങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ടാൻ ഗ്രാമിൽ എത്ര ജാമിതീയ രൂപങ്ങളുണ്ട്? 7 ജാമിതീയ രൂപങ്ങളുണ്ട്. അതിൽ ഒരു സമചതുരവും ഒരു ചതുരവും 5 ത്രികോണങ്ങളുമാണ് ഉള്ളത്. 5 ത്രികോണം, ഒരു ചതുരം, ഒരു സമചതുരം, ഇങ്ങനെ 7 ജാമിതീയ രൂപങ്ങളാണ് ടാൻ ഗ്രാമിൽ ഉള്ളത്. നമ്മളോടിപ്പോൾ ചോദിച്ചേക്കുന്നത് ഒരു ടാൻ ഗ്രാമിലെ ത്രികോണങ്ങളുടെ എണ്ണം എത്രയെന്നാണ്.
ത്രികോണങ്ങളുടെ എണ്ണം 5 ആണ്. സമചതുരത്തിന്റെ എണ്ണമാണെങ്കിൽ 1, ചതുരത്തിന്റെ എണ്ണമാണെങ്കിൽ 1, മൊത്തത്തിൽ ടാൻഗ്രാമിലെ ജാമിതി രൂപങ്ങളുടെ എണ്ണമാണെങ്കിൽ 7. അപ്പൊ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ജിയോജിബ്ര സോഫ്റ്റ്വെയർ വികസിപ്പിച്ച വ്യക്തി. ജിയോജിബ്ര എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന, ഗണിതം പഠിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ജാമിതീപരമായിട്ടുള്ള ചിത്രങ്ങൾ ചലിപ്പിച്ച് ജാമിതി രൂപങ്ങൾ വരയ്ക്കാൻ, അവയെക്കുറിച്ച് മനസ്സിലാക്കാൻ, അളവുകൾ കണ്ടെത്താൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് വികസിപ്പിച്ച വ്യക്തി മാർക്കസ് ഹോഹൻ വാർട്ടർ ആണ്. മാർക്കസ് ഹോഹൻ വാർട്ടർ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. മാർക്കസ്, ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ച വ്യക്തി മാർക്കസ് ഹോഹൻ വാർട്ടർ ആണ്. മാർക്കസ് ഹോഹൻ വാർട്ടർ. ഗണിതപാദം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഗണിതപാദം നീലകണ്ഠ സോമയാജിയാണ്. ഗണിതപാദം എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവ് നീലകണ്ഠ സോമയാജി. പൊതുതത്വങ്ങൾ ലഭ്യമായവ ഉപയോഗിച്ച് ചെയ്യുന്ന അധ്യാപന രീതി. ഒരു പൊതു തത്വത്തിൽ നിന്ന് പിന്നെ ഉദാഹരണത്തിലേക്ക് എത്തുന്നത് എന്താണ്? നിഗമന രീതി. ഓക്കെ, ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ തത്വത്തിലേക്ക് എത്തുന്നത് ആഗമന രീതിയും. പൊതുവായ ഒന്ന് ഉദാഹരണം എന്ന് പറയുമ്പോൾ കുറേ ചതുരങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം പരിപ്പളവ് കാണാൻ പറയുന്നു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാകുന്നു ഈ ഒരു ഇക്വേഷൻ ഇട്ടിട്ട്, L×B എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഇട്ടിട്ട് നമുക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെ കാണാൻ സാധിക്കുമെന്ന് കുട്ടി മനസ്സിലാക്കുവാണ്. പക്ഷേ ആദ്യം തന്നെ ആ ഒരു ഇക്വേഷൻ കൊടുത്തതിന് ശേഷം കുട്ടി ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുമ്പോൾ അത് പൊതുവായ ഒരു തത്വം തന്നേക്കുവാണ്, ഇക്വേഷൻ തന്നേക്കുവാണ്. അതിനുശേഷമാണ് പല പല ഉദാഹരണങ്ങളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുന്നത്. അപ്പൊ പൊതുവായതിൽ നിന്ന് ലഭ്യമായ ഉത്തരത്തിലേക്ക്, ഉദാഹരണത്തിലേക്ക് എത്തുന്നത് നിഗമന രീതി, ഡിഡക്റ്റീവ് മെത്തേഡാണ്. രാമാനുജൻ സംഖ്യ ഏതാണ്? 1729 ആണ്. 1729 ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. 1729 എന്ന് പറയുന്നത് രാമാനുജൻ സംഖ്യയാണ്. അതുപോലെ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് രാമാനുജന്റെ ജന്മദിനമാണ് ഡിസംബർ 22-ാം തീയതി. 1729 എന്ന് പറയുന്നത് രാമാനുജൻ സംഖ്യ 1729 1729 1729 എന്നത് രാമാനുജൻ സംഖ്യയാണ്. ഈ 1729 എന്ന സംഖ്യ ഓർത്തു വെക്കുക, രാമാനുജൻ സംഖ്യ. ഈ സംഖ്യ മാത്രം ഓർത്തു വെച്ചാൽ പോരാ, ഈ രാമാനുജന്റെ ജന്മദിനം, ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ 22-ാം തീയതി ദേശീയ ഗണിതശാസ്ത്ര ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇതും കൂടി ഓർത്തു വെക്കണം. ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ 22, ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം. അതാണ് നമ്മൾ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 1 വേർഡ്സ് ആണ് നോക്കിയിരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ മറക്കാതെ ഈ നമ്പേഴ്സ് ഒക്കെ 6174 എന്ന് പറയുന്നത് കാപ്രേക്കർ നമ്പർ ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ 1729 എന്നത് രാമാനുജൻ സംഖ്യയാണെന്നും ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമാണെന്നും അതും അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന് ഓർക്കുക. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ചിട്ട് എഴുതാൻ ചോദിക്കും. ഏതെങ്കിലും സാധാരണ ചോദിക്കുന്നത് 3 ഗണിതശാസ്ത്രജ്ഞന്മാരുടെ പേരെഴുതുക, അതിലേതെങ്കിലും ഒരാളെ കുറിച്ച് വിശദീകരിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് വരാറ്. അപ്പൊ നിങ്ങൾ ശ്രീനിവാസ രാമാനുജനെ കുറിച്ചിട്ടാണ് എഴുതണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന പോയിന്റ്സ് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. 1729 ശ്രീ രാമാനുജൻ സംഖ്യയാണ്. അതുപോലെ തന്നെ 6174 കാപ്രേക്കർ സംഖ്യയാണ്. അതുപോലെ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ മാത്രം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഓരോരുത്തരുടെയും ഷോർട്ട് നോട്ടായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന് സ്വന്തമായിട്ട് മെയിൻ പോയിന്റ്സ് വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. എന്നിട്ട് സമയമില്ലല്ലോ, നമുക്ക് നാളെ കഴിഞ്ഞാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ട് മെയിൻ പോയിന്റ്സ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ പോയിന്റ്സ് കൂടി ആഡ് ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്കിനനുസരിച്ച് എക്സാമിന് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി ആ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്